അന്താരാഷ്ട്ര രാഷ്ട്രീയ ഭൂപടത്തിൽ പശ്ചിമേഷ്യ വീണ്ടും ഒരു നിർണായക സന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ ലോകശക്തികളുടെ ഇടപെടലുകൾ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കപ്പെടുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ റഷ്യയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ്. വാഷിംഗ്ടൺ പ്രയോഗിക്കുന്ന പ്രകോപനപരമായ ഭാഷാശൈലിയും അന്ത്യശാസനങ്ങളും ഉപേക്ഷിക്കണമെന്ന റഷ്യയുടെ ഔദ്യോഗിക ആവശ്യം നയതന്ത്ര ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. അമേരിക്ക ഉയർത്തുന്ന കടുത്ത വാദഗതികളിൽ നിന്ന് പിൻവാങ്ങണമെന്നും നയതന്ത്ര ചർച്ചകളുടെ പാതയിലേക്ക് മടങ്ങണമെന്നുമാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭീഷണിയുടെയും സമ്മർദ്ദത്തിന്റെയും ഭാഷ ഇറാനോട് പ്രയോഗിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂ എന്ന് മോസ്കോ കരുതുന്നു. ഉപരോധങ്ങളും സൈനിക ഭീഷണികളും കൊണ്ട് ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് ആധുനിക നയതന്ത്രത്തിന് യോജിച്ചതല്ലെന്ന നിലപാടാണ് ഇവിടെ റഷ്യ ഉയർത്തിപ്പിടിക്കുന്നത്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചിയും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണമാണ് ഈ പുതിയ പ്രസ്താവനകളുടെ അടിസ്ഥാനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു ഈ ചർച്ച. മേഖലയിലെ നിലവിലെ സാഹചര്യം എങ്ങനെ ശാന്തമാക്കാം എന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും വിശദമായി തന്നെ സംസാരിച്ചുവെന്നാണ് വിവരം. യുദ്ധസമാനമായ അന്തരീക്ഷം ഒഴിവാക്കാൻ ആഗോള സമൂഹത്തിന്റെ ഇടപെടൽ അത്യാവശ്യമാണെന്ന് അവർ വിലയിരുത്തി. നയതന്ത്രം മാത്രമാണ് പ്രശ്നപരിഹാരത്തിനുള്ള ഏക മാർഗമെന്ന് സെർജി ലാവ്റോവ് തന്റെ സംഭാഷണത്തിൽ ആവർത്തിച്ചു. ചരിത്രപരമായ അനുഭവങ്ങൾ പരിശോധിച്ചാൽ സമ്മർദ്ദ തന്ത്രങ്ങൾ പലപ്പോഴും വിപരീത ഫലമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇറാനെതിരെയുള്ള നീക്കങ്ങളിൽ അമേരിക്ക കൂടുതൽ ക്രിയാത്മകമായ പങ്ക് വഹിക്കണമെന്നും പഴയ ശൈലികൾ മാറ്റണമെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ ഔദ്യോഗിക കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. വാഷിംഗ്ടൺ നിരന്തരം ഉപയോഗിക്കുന്ന അന്ത്യശാസനങ്ങളുടെ ഭാഷ ഇറാൻ പോലുള്ള ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള വെല്ലുവിളിയായാണ് റഷ്യ കാണുന്നത്. ഇത്തരം നിലപാടുകൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് മോസ്കോ വാദിക്കുന്നു. അമേരിക്കയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ പലപ്പോഴും മേഖലയിലെ സമാധാനം തകർക്കുന്നതിനാണ് കാരണമായിട്ടുള്ളത്. അതിനാൽ തന്നെ ചർച്ചകളിലൂടെയുള്ള ഒത്തുതീർപ്പുകൾക്ക് മുൻഗണന നൽകണമെന്ന് റഷ്യ ആവശ്യപ്പെടുന്നു. ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയത് മുതൽ തുടങ്ങിയ അസ്വാരസ്യങ്ങളാണ് ഇപ്പോൾ അതിന്റെ കൊടുമുടിയിൽ എത്തി നിൽക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ പ്രാദേശിക സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇറാന്റെ പങ്കിനെ റഷ്യ അംഗീകരിക്കുന്നുണ്ട്. ഭീഷണികൾക്ക് വഴങ്ങാത്ത ഇറാന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്ന തരത്തിലാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇത് അമേരിക്കയ്ക്ക് നൽകുന്ന വ്യക്തമായ സന്ദേശമാണ്. മേഖലയിലെ സമാധാനം നിലനിർത്തുന്നതിൽ റഷ്യയ്ക്ക് സ്വന്തമായ താൽപ്പര്യങ്ങളുണ്ട്. സിറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ റഷ്യയുടെ സാന്നിധ്യം ശക്തമായതിനാൽ പശ്ചിമേഷ്യയിലെ ഒരു വലിയ യുദ്ധം റഷ്യയുടെ താൽപ്പര്യങ്ങളെയും ബാധിച്ചേക്കും. അതുകൊണ്ട് തന്നെ അമേരിക്കയെ സംയമനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരിക എന്നത് മോസ്കോയെ സംബന്ധിച്ച് ഒരു അനിവാര്യതയാണ്. ഇതിനായി അവർ വിവിധ അന്താരാഷ്ട്ര വേദികളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ക്രിയാത്മകമായ നീക്കങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഉപരോധങ്ങളുടെ രാഷ്ട്രീയത്തിൽ നിന്ന് അവർ പിന്മാറേണ്ടതുണ്ട്. ഇറാനെ സാമ്പത്തികമായി തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ സാധാരണ ജനങ്ങളെയാണ് ബാധിക്കുന്നത്. റഷ്യയും ഇറാനും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം വർദ്ധിപ്പിക്കുന്നത് ഇത്തരം ഉപരോധങ്ങളെ മറികടക്കാനുള്ള ഒരു മാർഗമായാണ് ഇരു രാജ്യങ്ങളും കാണുന്നത്. ഇത് അമേരിക്കയുടെ മേധാവിത്വത്തിനുള്ള വെല്ലുവിളിയായി മാറുന്നുണ്ട്. ലോകം മറ്റൊരു ശീതയുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ആശങ്കകൾക്കിടയിലാണ് റഷ്യയുടെ ഈ നിലപാട് പുറത്തുവരുന്നത്. അമേരിക്കയുടെ വിദേശ നയങ്ങളെ കടന്നാക്രമിക്കുന്നതിലൂടെ തങ്ങൾ ഒരു ബദൽ ആഗോള ശക്തിയാണെന്ന് റഷ്യ വീണ്ടും തെളിയിക്കുന്നു. ഇറാൻ വിഷയത്തിൽ റഷ്യ എടുക്കുന്ന ഓരോ നീക്കവും ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. ചൈനയും റഷ്യയുടെ ഈ നിലപാടിനോട് അനുകൂലമായാണ് പ്രതികരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. സെർജി ലാവ്റോവ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ നയതന്ത്രം പരാജയപ്പെടുന്നിടത്താണ് യുദ്ധങ്ങൾ ആരംഭിക്കുന്നത്. അമേരിക്കയുടെ ആക്രമണോത്സുകമായ നയങ്ങൾ പലപ്പോഴും നയതന്ത്ര സാധ്യതകളെ അടച്ചുകളയുന്നുണ്ട്. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിക്കാൻ തയ്യാറായാൽ തീരാവുന്ന പ്രശ്നങ്ങളെയാണ് വാഷിംഗ്ടൺ സങ്കീർണമാക്കുന്നതെന്നാണ് അഭിപ്രായപ്പെടുന്നത്. ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളോടും റഷ്യ ആഹ്വാനം ചെയ്യുന്നുണ്ട്.
ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി തന്റെ റഷ്യൻ സഹപ്രവർത്തകനോട് സംസാരിക്കുമ്പോൾ മേഖലയിലെ സുരക്ഷാ ഭീഷണികളെക്കുറിച്ച് ആശങ്ക പങ്കുവച്ചു. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തുന്ന നീക്കങ്ങൾ ഇറാനെ പ്രതിരോധത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. എന്നാൽ റഷ്യയുടെ പിന്തുണ ഇറാന് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. ഈ കൂട്ടുകെട്ട് പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കും. സംഘർഷം കുറയ്ക്കുന്നതിനുള്ള വഴികൾ തേടുമ്പോൾ ഇറാൻ ഉയർത്തുന്ന ന്യായമായ ആവശ്യങ്ങൾ അമേരിക്ക പരിഗണിക്കേണ്ടതുണ്ട്. കേവലം ആജ്ഞകൾ പുറപ്പെടുവിക്കുന്ന രീതിക്ക് പകരം തുല്യമായ പരിഗണന നൽകുന്ന ചർച്ചകളാണ് ഇപ്പോൾ ഇവിടെ ആവശ്യം. റഷ്യയുടെ ഈ പുതിയ നയതന്ത്ര നീക്കം ലോകമെമ്പാടുമുള്ള സമാധാനകാംക്ഷികൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്നാൽ അമേരിക്കയുടെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും മേഖലയുടെ ഭാവി. ആത്യന്തികമായി പശ്ചിമേഷ്യയിലെ സംഘർഷം ആഗോള എണ്ണ വിപണിയെയും സാമ്പത്തിക വ്യവസ്ഥയെയും ബാധിക്കുന്ന ഒന്നാണ്. ഒരു യുദ്ധമുണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം എല്ലാവരും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ റഷ്യയുടെ മുന്നറിയിപ്പ് ഗൗരവമായി കാണേണ്ടതുണ്ട്. അമേരിക്കയുടെ നയങ്ങളിൽ മാറ്റം വരുത്താൻ ഈ സമ്മർദ്ദം സഹായിക്കുമെന്ന് മോസ്കോ പ്രത്യാശിക്കുന്നുമുണ്ട്. റഷ്യയുടെയും ഇറാന്റെയും വിദേശകാര്യമന്ത്രിമാർ തമ്മിലുള്ള ഈ ആശയവിനിമയം കേവലം ഒരു ഫോൺ കോളിനേക്കാൾ ഉപരിയാണ്. അത് ആഗോള രാഷ്ട്രീയത്തിലെ പുതിയ ചേരിതിരിവുകളുടെ പ്രഖ്യാപനം കൂടിയാണ്. അമേരിക്കൻ ഏകധ്രുവ ലോകക്രമത്തിനെതിരെയുള്ള ശക്തമായ ശബ്ദമാണ് റഷ്യയിലൂടെ പുറത്തു വരുന്നത്. ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾ വിജയിക്കില്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ കൈമാറുന്നത്. നയതന്ത്ര ശ്രമങ്ങൾ തുടരുമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഉറപ്പു നൽകുന്നുണ്ട്. എന്നാൽ ഇതിന് അമേരിക്കയുടെ സഹകരണം അത്യന്താപേക്ഷിതമാണ്. ഭീഷണികൾ അവസാനിപ്പിച്ച് സംഭാഷണത്തിന്റെ പാത സ്വീകരിക്കാൻ വൈകുന്തോറും മേഖലയിൽ അസ്ഥിരത കൂടും. വരും ദിവസങ്ങളിൽ റഷ്യ കൂടുതൽ നയതന്ത്ര നീക്കങ്ങളുമായി മുന്നോട്ട് വരുമെന്നാണ് കരുതപ്പെടുന്നത്. പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് റഷ്യയുടെ ഈ ഇടപെടൽ നിർണായകമാക്കും.